ഫത്തഹ് മക്ക ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ദിവസമായിരുന്നെങ്കിൽ, ബദർ ഹംസ റളിയല്ലാഹുവിൻ്റെ ദിവസമായിരുന്നെങ്കിൽ, ഖന്തക് സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും, ഉഹുദ് അത് ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ദിവസമായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. പ്രവാചകൻ പറയുന്നു, ഉഹുദ് യുദ്ധത്തിൽ ഞാൻ എവിടേക്ക് തിരിഞ്ഞാലും എൻ്റെ വലതുഭാഗത്ത് ജിബ്രീലും ഇടതുഭാഗത്ത് ത്വൽഹ ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവുമായിരുന്നു. ശത്രുക്കളുടെ അക്രമത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുചരരും തോൽവി പിണഞ്ഞ ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൻ്റെ ജീവൻ നൽകിയും സംരക്ഷിച്ച ത്വൽഹ ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായ കഥയാണിന്ന്. ശത്രുക്കൾ പ്രവാചകനെതിരെ എഴുത 80ഓളം അമ്പുകൾ തൻ്റെ ശരീരം കൊണ്ടും കൈകൊണ്ടും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്ന് നെഞ്ചിലേറ്റുവാങ്ങിയ ഒരു അനുചരൻ യുദ്ധം അവസാനിക്കാറായപ്പോഴേക്കും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും എടുത്തുകൊണ്ട് ഒരു മലഞ്ചെരുവിലേക്ക് ഓടുകയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു. അവിടേക്ക് തടിച്ചുകൂടിയ സ്വഹാബാക്കളോട് പ്രവാചകൻ പറയുന്നത്, എനിക്കൊന്നും പറ്റിയിട്ടില്ല, നിങ്ങൾ ത്വൽഹയെ നോക്കൂ എന്നതായിരുന്നു. യുദ്ധാവസാനം 25ലധികം ആഴത്തിലുള്ള മുറിവുകൾ ശരീരത്തിൽ ആകെ ഉണ്ടായിരുന്നു. എന്നിട്ടും അത്ഭുതകരമായി ത്വൽഹ റളിയല്ലാഹു അൻഹു ജീവിതത്തിലേക്ക് വരികയാണ്. ആ നിമിഷത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇത് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. ആ യുദ്ധത്തിലെ രക്തസാക്ഷിത്വ പദവി പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് നൽകുകയാണ്. ഇന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ധീരനായ സമ്പന്നനായ ത്വൽഹ ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായ കഥയാണ്. ബനൂ തൈം ഗോത്രത്തിലെ സമ്പന്നനായ സുന്ദരനായ സ്വഹാബിയായിരുന്നു ത്വൽഹ ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു. കച്ചവടക്കാരനായതുകൊണ്ട് തന്നെ അധിക സമയത്തും ഷാമിലും സിറിയയിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രകൾ ഉണ്ടായിരുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ലഭിക്കുമ്പോൾ 18 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ആ സമയത്ത് അദ്ദേഹം മക്കയിൽ ഉണ്ടായിരുന്നില്ല. പതിവ് പോലെ ഷാമിൽ ഒരു കച്ചവട ആവശ്യാർത്ഥം പോയതായിരുന്നു. ഷാമിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു സന്യാസിയെ കാണുകയാണ്, ഒരു ക്രിസ്ത്യൻ പാതിരി. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇവിടെ ഹറമിൽ നിന്നുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഹറം എന്ന് ഉദ്ദേശിക്കുന്നത് മക്ക തന്നെയായിരുന്നു, അറേബ്യയിലെ മക്ക. ആ സമയത്ത് ഈ ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറയുന്നു, അതെ, ഞാൻ മക്കയിൽ നിന്നാണ്. ആ സമയത്ത് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, അവിടെ അഹമ്മദ് നിങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുണ്ടോ? ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു അത്ഭുതത്തോടെയാണ് ആ മനുഷ്യൻ്റെ പ്രതികരണങ്ങൾ കേൾക്കുന്നത്. അഹമ്മദോ, അതാരാണ്? ആ സമയത്ത് ആ മനുഷ്യൻ മറുപടി പറയുന്നു, അത് അബ്ദുള്ള എന്നവരുടെ മകനാണ്, പ്രവാചകനായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആളാണ്, അദ്ദേഹം നിങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കറിയില്ല. ആ സമയത്ത് ഈ ക്രിസ്ത്യൻ സന്യാസിയായ മനുഷ്യൻ ഈ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അയാളെങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ മറുത്തൊന്നും ചിന്തിക്കരുത്, ഉടനടി അദ്ദേഹത്തിൽ വിശ്വസിച്ചു കൊള്ളുക. അദ്ദേഹം ഏകനായ അള്ളാഹുവിൻ്റെ പ്രബോധന ദൗത്യം ഏറ്റെടുത്ത ദൂതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ മുഴുവനും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതീർണമാകുന്നതിൻ്റെ മുൻപ് തന്നെ എത്രയോ ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും അവരുടെ മുൻകാലത്തു നിന്നുള്ള പാണ്ഡിത്യത്തിൽ നിന്നുമൊക്കെ വരാൻ പോകുന്ന ഒരു പ്രവാചകനെ പറ്റിയും ആ പ്രവാചകൻ്റെ ലക്ഷണങ്ങളുമൊക്കെ എത്രയോ സുവ്യക്തമായിട്ട് ആ നാട്ടിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു എന്നുള്ളതാണ്. മദീനയിലുണ്ടായിരുന്ന, നമ്മൾ കഴിഞ്ഞ ദിവസം സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും മറ്റൊക്കെ ചരിത്രം പറഞ്ഞപ്പോഴൊക്കെ ഈ ഒരു സംഭവം നമ്മൾ ഇടയ്ക്കിടെ എടുത്ത് ആവർത്തിക്കുന്നുണ്ട്. അത് ചരിത്രത്തിൽ ഉടനീളം സംഭവിച്ച യാഥാർത്ഥ്യമായതുകൊണ്ടുകൂടിയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുർആൻ പറയുന്നത് പോലെ അവർക്ക് അവരുടെ മക്കളെക്കാൾ സുവ്യക്തമായിട്ട് പ്രവാചകനെ പറ്റിയും പ്രവാചകൻ്റെ അവതരണത്തെ പറ്റിയൊക്കെ അറിയാമായിരുന്നു. ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട പണ്ഡിതന്മാർക്കും ജൂതമതത്തിൽപ്പെട്ട പണ്ഡിതന്മാർക്കൊക്കെ അത് അറിയാമായിരുന്നു. മക്കയിലുണ്ടായിരുന്ന മക്ക മുശ്രിക്കുകൾ മാത്രമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തരത്തിൽ അവഗണിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലൈസ ലിനബിയ്യിൻ കറാമത്തുൻ ഫീ വത്നിഹി എന്ന അറബിയിൽ ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്, ഒരു നബിക്ക് അവരുടെ നാട്ടിൽ മാത്രം കറാമത്തുകൾ ഉണ്ടാവില്ല എന്നുള്ളത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഈ സന്യാസി ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു അത് കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ലെങ്കിൽ പോലും നാട്ടിലേക്ക് തിരിച്ചെത്തിയ ഉടനെ ആളുകളോടായിട്ട് അന്വേഷിക്കുന്നുണ്ട്, മക്കയിൽ പുതിയതായിട്ട് ഞാൻ പോയതിന് ശേഷം മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കണം, വെറും 18 വയസ്സുള്ള ഒരു യുവാവാണെന്ന്. വളരെ സമ്പന്നനായ ബനൂ തൈം ഗോത്രത്തിലെ കച്ചവടക്കാരനും സുന്ദരനൊക്കെ ആയിട്ടുള്ള ഒരു യുവാവായതുകൊണ്ട് തന്നെ അക്കാലത്ത് തന്നെ വളരെ സമ്പന്നനായിട്ട് അദ്ദേഹം മാറുകയാണ്. ആളുകൾ ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, മുഹമ്മദ് പ്രവാചകത്വം വാദിച്ച് വന്നിട്ടുണ്ട്, മാത്രമല്ല അബൂബക്കർ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്.
അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം ഈ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട ബന്ധു കൂടിയാണ്. ഉടനടി അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു. ത്വൽഹാ റളിയല്ലാഹു അൻഹു ഉടനടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇസ്ലാം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വർഗാവകാശികളായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 പേരെ നിയമിച്ചതിൽ അതിലൊന്ന് ഈ ത്വൽഹാ റളിയല്ലാഹു അൻഹു ആണ്. സ്വർഗം നിർബന്ധമാക്കപ്പെട്ട ഒരു മനുഷ്യൻ. അങ്ങനെ 18-ാം വയസ്സിൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയും പിന്നീട് അങ്ങോട്ട് ചരിത്രത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരനായിട്ട് മാറുകയാണ്. എല്ലാ സ്വഹാബിമാരുടെ കഥ നമ്മൾ പറയുമ്പോഴും ഈ പ്രിയപ്പെട്ട അനുചരൻ എന്നത് ആവർത്ത വിരസമായിട്ട് നമ്മൾ പറയുന്നതല്ല. ഓരോ സ്വഹാബത്തിൻ്റെ കഥ നമ്മൾ പറയുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരനായിട്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനായിട്ട് നമുക്ക് ആ സ്വഹാബിയെ തോന്നും എന്നുള്ളത് വളരെ സ്വാഭാവികതയാണ്. കാരണം ഓരോ മനുഷ്യരോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപഴകുമ്പോഴും അവർ നബിയുടെ പ്രിയപ്പെട്ട മനുഷ്യനായിട്ടാണ് പ്രവാചകൻ അവരോട് സംസാരിക്കുന്നത്. ഒരിക്കൽ ഇത് കാരണം ഒരു സ്വഹാബി പ്രവാചകനോട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാണ്? ആ സമയത്ത് പറയുന്നുണ്ട്, ആയിഷ ബീവിയാണ്. പിന്നെ ആരാണ്? ആ സ്വഹാബി തന്നെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ചെന്ന് ചോദിക്കുന്നത്. പിന്നെ പറയുന്നു, പിന്നീട് അവരുടെ ഉപ്പയാണ്, അബൂബക്കർ തങ്ങളാണ് എന്നൊക്കെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പ്രിയപ്പെട്ട മനുഷ്യരെ പറ്റി പറയുന്നത്. അങ്ങനെ ഈ ത്വൽഹാ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ അദ്ദേഹത്തെ ഈ മക്കയിലുള്ള ആളുകളെ കൊണ്ടുപോയിട്ട് താഴ്വരയിൽ കൊണ്ടുപോയിട്ട് ആക്രമിക്കുകയാണ്. അതിലൊരു വയസ്സായ സ്ത്രീയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരാൾ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ മനുഷ്യനെ തല്ലുന്നത്? ഒരു പ്രായമായ സ്ത്രീയൊക്കെ ആണല്ലോ ഈ യുവാവായ വെറും ചെറിയ പ്രായമുള്ള ഇവനെ തല്ലതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രവാചകനിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇങ്ങനെ ആക്രമിക്കുന്നതെന്നും ആ തല്ലുന്ന സ്ത്രീ അവരുടെ ഉമ്മ തന്നെയാണ് എന്നൊക്കെ ആ മനുഷ്യനോട് അവസരത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇസ്ലാം ആയതിൻ്റെ പേരിൽ ഇങ്ങനെ ക്രൂശിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ത്വൽഹ ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഹിജ്റ, പലായനവും ബദർ യുദ്ധത്തിൻ്റെ വെളിയാളമൊക്കെ വരുന്നുണ്ട്. ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനെയും സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. ഷാമിലേക്ക് പോയ അബൂ സുഫിയാൻ്റെ ആ പ്രശസ്തമായ കച്ചവട കാരവാൻ്റെ നിരീക്ഷണങ്ങൾ അറിഞ്ഞു വരിക എന്നതായിരുന്നു അത്. അങ്ങനെ അവർ രണ്ടുപേരും ഷാമിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയക്കുന്നു. അവർ ഷാമിലൊക്കെ പോയി ബദർ യുദ്ധം തുടങ്ങുകയും അവസാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിന് വലിയ പ്രതിഫലങ്ങൾ, സ്വർഗാവകാശവും മറ്റൊക്കെ നൽകുന്നത് കണ്ടിട്ട് വ്യസനത്തോടുകൂടെയാണ് ത്വൽഹാ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അടുത്തേക്ക് വരുന്നത്. നബിയെ, എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത് കൊണ്ട് എനിക്ക് ബദറിൽ പങ്കെടുക്കാൻ പറ്റിയില്ല നബിയെ എന്ന സങ്കടം പ്രവാചകന് മുന്നിൽ ബോധിപ്പിക്കുകയാണ്. ഉടനടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനും സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അതേ പ്രതിഫലം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുകയാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആ സമയത്ത് മുസ്ലിം ആയിരുന്ന പ്രശസ്തരായ കുറച്ച് സ്വഹാബത്തിനെ നമ്മൾ മുൻ വീഡിയോയിലൊക്കെ ചർച്ച ചെയ്തതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളും ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുമായിരുന്ന റുഖയ്യ ബീവി രോഗാതുരമായി കിടക്കുന്ന അവസ്ഥയിലാണ് ബദർ യുദ്ധത്തിനുള്ള വിളി വരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആൾറെഡി യുദ്ധത്തിന് വലിയ സംഭാവനകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾ യുദ്ധത്തിന് വരേണ്ടതില്ല, അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കുണ്ടാവും, ഭാര്യയെ നോക്കിക്കൊണ്ട് വീട്ടിൽ കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരരും യുദ്ധത്തിന് പോകുന്നത്. ഇങ്ങനെ ഈ ത്വൽഹാ റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരൊന്നും ബദർ യുദ്ധത്തിൽ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നീടാണ് ത്വൽഹാ ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം. ആ ജീവിതം മുഴുവനും നമ്മൾ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമ്മളെ ത്രസിപ്പിക്കുന്ന ഒരു അധ്യായമായിരുന്നു ഉഹ്ദ് എന്നുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവമായിരുന്നു അത്. ഫത്ഹ് മക്ക ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ദിവസമായിരുന്നുവെങ്കിൽ, ബദർ യുദ്ധം ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ദിവസമായിരുന്നുവെങ്കിൽ, ഉഹ്ദ് അത് ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ ദിവസമായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 50 അമ്പെയ്ത്തുകാരെ ആ ഉഹ്ദിലെ മലമുകളിൽ നിർത്തിയിട്ടായിരുന്നു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ മുഴുവനും നടത്തിയിരുന്നത്. അതായിരുന്നു മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രഖ്യാതമായ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങും. അതുവഴി ശത്രുക്കൾക്ക് അവിടേക്ക് കടന്നു വരാതിരിക്കുക, അതുവഴിയുള്ള ശത്രുക്കളുടെ ആ കവാടം അടച്ചു കളയുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞിരുന്നു, യുദ്ധം അവസാനിച്ച് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് വരെ ഒരാളും ആ മലമുകളിൽ നിന്ന് ഇറങ്ങി വരരുത് എന്നതായിരുന്നു. പക്ഷേ യുദ്ധം അവസാനിച്ച് ശത്രുക്കൾ മുഴുവനും തോറ്റോടിയത് കണ്ട ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന 50 പേരിൽ 40 പേരും അവരെ താഴോട്ട് ഒനീമത്ത് മുതലുകൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് കുതന്ത്രശാലിയായ
യുദ്ധത്തിൽ ഒരിക്കൽ പോലും തൻ്റെ ജീവിതത്തിൽ പരാജയം പിണയാത്ത ഖാലിദ് ബിൻ വലീദ് എന്ന ധീരനായ പോരാളി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധി സാമർഥ്യം കൊണ്ട് അന്ന് അദ്ദേഹം മുശ്രിക്കീങ്ങളുടെ പടനായകനാണ്. അദ്ദേഹം ഈ മലമുകളിൽ നിന്ന് 40 പേര് ഇറങ്ങി വരുന്നത് കാണുകയും അതുവഴി പിന്നിലൂടെ ചെന്ന് അവിടെ ശേഷിക്കുന്ന 10 പേരെ കൊന്നുകൊണ്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്ന മനോഹരമായ സംഭവം നടക്കുന്നുണ്ട്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീരസാഹസ പോരാട്ടങ്ങളെപ്പറ്റി നമ്മൾ നേരത്തെ ഈ സീരീസിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകളൊക്കെ അത് കാണുക എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ റമളാനിൽ നമ്മൾ നടത്തുന്ന സ്വഹാബ എന്നുള്ള സീരീസ് നിങ്ങളുടെ പ്രിയപ്പെട്ട മനുഷ്യരായിട്ടൊക്കെ നിങ്ങൾ പങ്കുവെക്കുക എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ഈ ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കൾ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന സ്വഹാബിമാരെ മുഴുവനും വധിച്ചു കളഞ്ഞുകൊണ്ട് വീണ്ടും രണാങ്കണത്തിലേക്ക് തിരിച്ചു വരികയാണ്. യുദ്ധത്തിൽ നിന്ന് ശ്രദ്ധ മാറിയിരുന്ന സ്വഹാബത്തിന് മുഴുവൻ അത് കീഴ്പ്പെടുത്താനും, മാത്രമല്ല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിച്ചു കളഞ്ഞു എന്ന പേരിൽ പോലും അവിടെ കിംവദന്തികൾ ഉയരുകയും ചെയ്യുന്നു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരമായ സാഹസിക പോരാട്ട കഥകൾ ഈ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ സീരീസിൽ തന്നെ. അതും കാണാത്തവർ കാണുക എന്ന് ഓർപ്പിക്കുന്നു. അങ്ങനെ മുസ്അബ് റളിയല്ലാഹു അൻഹുവും പ്രവാചകനും ഒരേ രൂപസാദൃശ്യമാണ്. അതുകൊണ്ട് മുസ്അബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ നേരെ ഓപ്പോസിറ്റാണ് സഞ്ചരിക്കുന്നത്, ഇസ്ലാമിൻ്റെ കൊടിയും പിടിച്ചുകൊണ്ട്. അതുകൊണ്ട് ശത്രുക്കളെല്ലാവരും പ്രവാചകനെ വിട്ടിട്ട് മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിറകെ പോവുകയാണ്, ഇതാണ് പ്രവാചകൻ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണ് ശത്രുക്കളുടെ ആക്രമണത്തിൽ ഈ മുസ്അബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഷഹീദായിട്ട് വീഴുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിന് മുന്നിലുണ്ടായിരുന്നത് ത്വൽഹ ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രവാചകൻ പറയുന്നുണ്ട്, ഉഹുദിൽ ഞാൻ എവിടേക്ക് തിരിഞ്ഞാലും എൻ്റെ വലതു ഭാഗത്ത് ജിബ്രീലും ഇടത് ഭാഗത്ത് ത്വൽഹ ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുമായിരുന്നു. അത്രത്തോളം പ്രവാചകന് സംരക്ഷണം. ഏതുവരെയെന്ന് വെച്ചാൽ പ്രവാചകനോട് പറയുകയാണ്, നബിയെ നിങ്ങൾ മുന്നിലേക്കൊന്ന് നോക്കുക പോലും ചെയ്യരുത്, ഒന്ന് എത്തി നോക്കുക പോലും ചെയ്യരുത്. അത്രമേൽ പ്രവാചകന്റെ മുന്നിൽ വന്ന് നിൽക്കുകയും പ്രവാചകന്റെ നേരെ വരുന്ന അമ്പുകളും കുന്തങ്ങളും വടിവാളുകളും എല്ലാം തൻ്റെ സ്വയം ശരീരത്തിൽ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരു സഹാബി. എങ്ങനെയാണ് അവർക്ക് പ്രവാചകനെ ഇങ്ങനെ സ്നേഹിക്കാനാവുന്നത് എന്നാണ് ആ ചരിത്രം മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന മനുഷ്യൻ, ആ മനുഷ്യൻ അവർക്ക് നേടിക്കൊടുത്ത ആദർശപരമായ മേൽവിലാസങ്ങൾ, ഇസ്ലാമിക സന്ദേശങ്ങൾ, അത് ഒന്നുകൊണ്ട് മാത്രം അത് അവരുടെ ഹൃദയത്തിൽ അത്രമേൽ തീവ്രമായി വേരുപിടിച്ചു. ആ ഈമാനിൻ്റെ ശക്തിയാണ് അവരെ പ്രവാചകനെ ഇത്രമേൽ സ്വയം ജീവൻ പോലും സമർപ്പിച്ചുകൊണ്ട് പ്രവാചകനെ മുസ്അബ് തങ്ങളുടെയും ത്വൽഹ തങ്ങളുടെയൊക്കെ ഉഹദിലെ ചരിത്രം നമ്മളെ അത്രമേൽ കോരിത്തരിപ്പിക്കുന്നത്. ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവൻ അവരത്രത്തോളം വില നൽകുകയും സ്വയം ജീവിതം നഷ്ടപ്പെട്ടു പോയാലും പ്രവാചകന് സംരക്ഷണമായിട്ട് ഞങ്ങളുണ്ടാവും എന്നൊരു വലിയ പ്രതിജ്ഞയാണ് അവരെ ഇത്തരത്തിലുള്ള ധീരസാഹസിക പോരാട്ടങ്ങൾക്കൊക്കെ മുന്നിൽ നിർത്തുന്നത്. അങ്ങനെ യുദ്ധം ഏകദേശം അവസാനിക്കാറായപ്പോൾ, മുസ്ലിം സൈന്യം തോറ്റു എന്ന് ഉറപ്പായപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകനെയും ഏറ്റിയിട്ട് ഒരു മലഞ്ചരിവിലേക്ക് ചെല്ലുകയാണ്. സ്വഹാബത്ത് എല്ലാവരും അവിടേക്ക് ഒരുമിച്ച് കൂടി. പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഒഴിവാക്കൂ, എനിക്ക് കാര്യമായിട്ട് പരിക്കൊന്നും പറ്റിയിട്ടില്ല. 80ലധികം അമ്പുകൾ ഏറ്റുവാങ്ങിയ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ പരിചരിക്കൂ എന്ന് പറയുന്നുണ്ട്. 25ലധികം ആഴത്തിലുള്ള മുറിവുകൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ത്വൽഹ റളിയല്ലാഹു അൻഹു യുദ്ധത്തിലൂടെ ഷഹീദായി എന്ന് പോലും വിചാരിച്ചു. പക്ഷേ അത്ഭുതകരമായി അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അവസരത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് ജീവിക്കുന്ന രക്തസാക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പദവി ചരിത്രത്തിൽ ഒരേ ഒരാൾക്കാണ് വഫാത്താവാതെ ഷഹീദിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അത് ത്വൽഹ ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനാണ്. അങ്ങനെ അദ്ദേഹം ജീവിതത്തിലേക്ക് അത്ഭുതമായി തിരിച്ചു വന്നതിന് ശേഷം പിന്നീട് കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. വളരെ വലിയ സമ്പന്നനായ കച്ചവടക്കാരനായിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. ചരിത്രം പറയുന്നുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അത്രയും സാമ്പത്തികമായ ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതെല്ലാം ദീനിൻ്റെ പേരിൽ ദാനം ചെയ്യുന്ന സഹാബിയായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. ഒരു ദിവസം ഭാര്യ പറയുന്നുണ്ട്, വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു ത്വൽഹ റളിയല്ലാഹു അൻഹു വീട്ടിൽ. ആ സമയത്ത് ഭാര്യ ചെന്നിട്ട് ചോദിക്കുന്നു, എന്ത് പറ്റി? ആ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ എത്രയോ സമ്പാദിച്ചു പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പോവുകയാണ്. ആ സമ്പത്തൊക്കെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ശേഷിക്കുന്നത് ഞാൻ വളരെ വിഷമായിട്ട് കാണുകയാണ്. അതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ എന്നിട്ട് ദരിദ്രരായ ആളുകൾക്ക് മുഴുവനും തൻ്റെ കയ്യിലുള്ള സമ്പത്ത് ദാനം ചെയ്യുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു. എന്ത് മനോഹരമാണല്ലോ അവരുടെ ചരിത്രങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തീരുമാനിക്കുന്നതിലുള്ള പ്രധാന അംഗങ്ങളായിട്ട് അത് തീരുമാനിക്കാനുള്ള നേതൃനിരയിൽ ഉണ്ടായിരുന്നത് ഈ ത്വൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്തിലേക്ക് വരുന്നത് വഴി ഉണ്ടാകുന്ന അവിടെ നടക്കുന്ന ചില സംഘർഷങ്ങളിൽ ത്വൽഹ റളിയല്ലാഹു അൻഹു മുന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകികൾ ആദ്യം കണ്ടെത്തണം, അതിനുശേഷം മതി
ബാക്കിയുള്ള കാര്യങ്ങൾ എന്നതായിരുന്നു ഐഷ ബീവിയും ത്വൽഹ റളിയല്ലാഹു അൻഹുവൊക്കെ മുൻപോട്ട് വെച്ചിരുന്ന നയം. പക്ഷേ അലി റളിയല്ലാഹു അൻഹു രാഷ്ട്രീയമായി നാം തകരാതിരിക്കുക, അതിനു വേണ്ടിയിട്ട് ആദ്യം രാഷ്ട്രം പണിതിന് ശേഷം മദീനയിൽ താമസിക്കുന്ന ഈ കുറ്റവാളികളെ കണ്ടുപിടിക്കാമെന്നതായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നയവും. ആ ഉൾപ്രേരണയിൽ ഇവർ തമ്മിൽ നടക്കുന്ന ജമൽ യുദ്ധവും ത്വൽഹ റളിയല്ലാഹു അൻഹു ആ യുദ്ധ സമയത്തിലേക്ക് വരുമ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ട് ഈ സഹാബിമാർക്കെതിരെയാണ് ഞാൻ യുദ്ധം ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുകയും അലി റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധം ചെയ്യുന്നവർ അവർ വഴിവെച്ചു പോയി എന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഈ വേളയിലാണ്, അത് ഈ സാഹചര്യത്തെ പറ്റിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, മാത്രമല്ല അലി റളിയല്ലാഹു അൻഹുവും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായ ആയിഷ ബീവിക്കെതിരെയാണ് താൻ വാളെടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബിമാരുടെ ചരിത്രത്തിലെ അതൊരു ജമൽ യുദ്ധം എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ പിന്നീട് ചെയ്യാം എന്ന് പറയുന്നു. അതിലേക്ക് കാര്യമായിട്ട് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ ആ യുദ്ധത്തിൽ നിന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹു പിന്മാറുകയും ആ യുദ്ധസമയത്ത് അദ്ദേഹത്തിന് ഏറ്റ മുറിവിനാൽ അദ്ദേഹം ആ യുദ്ധത്തിൽ ഷഹീദാവുകയും ഒക്കെ ചെയ്യുന്ന സംഭവമാണ് ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുന്നത്. പക്ഷേ ആ യുദ്ധത്തിൻ്റെ പേരിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരരെ നമ്മൾ കുറ്റപ്പെടുത്തുകയോ അവരെ നമ്മൾ വിചാരണ ചെയ്യേണ്ട ഒരാവശ്യമില്ല. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ എൻ്റെ അയൽവാസിയായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊക്കെ കൂടെ നാളെ നമ്മളെയും അവൻ്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ ഇതുപോലെ മനോഹരമായ ഒരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.